നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വളർത്തുനായയെ പിടികൂടിയ പുലിക്ക് കെണിയൊരുക്കാനായി പുലിക്കൂട് കൊണ്ടുവന്നു. ചിറങ്ങര മംഗലശ്ശേരിയിലാണ് കൂടെത്തിച്ചിരിക്കുന്നത്. കുഴൂർ ഗ്രാമപഞ്ചായത്ത് സാമ്പത്തിക വർഷത്തിൽ 100 തൊഴിൽ ദിനങ്ങൾ ആദ്യം പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വിമാനയാത്ര സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിമാനയാത്രയ്ക്ക് തുമ്പരശ്ശേരിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് അവസരം ലഭിച്ചത്. കയ്പമംഗലത്ത് പോക്സോ കേസിൽ പ്രതിയായ CPM നേതാവിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് BJP നേതാക്കൾ. ഇരയായ കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. വളർത്തുനായയെ പിടികൂടിയ പുലിക്ക് കെണിയൊരുക്കാനായി പുലിക്കൂട് കൊണ്ടുവന്നു. ചിറങ്ങര മംഗലശ്ശേരിയിലാണ് കൂട് എത്തിച്ചിരിക്കുന്നത്. കോതമംഗലത്ത് നിന്നും ലോറി മാർഗം എത്തിച്ച കൂട് ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കി വച്ചു. കൂട്ടിൽ ഇരയെയിട്ട് കൂട് സജ്ജമാക്കണമെങ്കിൽ വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി വേണം. കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ഡ്രോൺ നിരീക്ഷണം നടത്തിയെങ്കിലും പുലി സാന്നിധ്യം കണ്ടെത്താനായില്ല. നേരത്തെ വനംവകുപ്പ് 4 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇതിലൊന്നും പുലിയുടെ ദൃശ്യം പതിഞ്ഞിട്ടില്ല. പുലിയെ പലയിടത്തായും കണ്ടതായി നാട്ടുകാരിൽ പലരും പറയുന്നുണ്ട്. പുലിപ്പേടിയിൽ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളവർക്ക്. ഇക്കഴിഞ്ഞ 14-ന് ചിറങ്ങര ധനേഷിന്റെ വീട്ടുമുറ്റത്ത് നിന്നും അജ്ഞാത ജീവി വളർത്തുനായയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. CCTV ദൃശ്യങ്ങളിൽ പുലിയുടേതാണെന്ന് തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങളും പതിഞ്ഞിരുന്നു. തുടർന്ന് വനംവകുപ്പ് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ അജ്ഞാത ജീവി പുലിയാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെയാണ് പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. മീഡിയ ടൈം, കൊരട്ടി. കുഴൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തിൽ 100 തൊഴിൽ ദിനങ്ങൾ ആദ്യം പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയന്റെ നേതൃത്വത്തിൽ വിമാനയാത്ര സംഘടിപ്പിച്ചു. തുമ്പരശ്ശേരിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് വിമാനയാത്രയ്ക്ക് അവസരം ലഭിച്ചത്. കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ, വൈസ് പ്രസിഡന്റ് രജനി മനോജ്, സ്ഥിരം സമിതി ചെയർമാൻമാരായ സന്തോഷ് കുമാർ, സണ്ണി കൂട്ടാല, ബിജി വിൽസൺ, പഞ്ചായത്ത് അംഗങ്ങളായ ബിനോയ് പൗലോസ്, സേതുമോൻ ചിറ്റേത്ത്, റോസ്മേരി രാജു തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, നമുക്ക് കുഴൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിന് നെടുന്തൂണായിട്ട് നിൽക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളാണ് നമ്മളുടെ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതായത് സ്വയം തൊഴിലായിട്ട് അവർ ഏറ്റെടുത്തിട്ടുള്ളതും വിവിധ വാർഡുകളിലെ വീടുകളിലേക്ക് മറ്റുള്ള കർഷകർക്ക് സഹായിക്കുന്നതിനും പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് സമാഹരിക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. അതുകൊണ്ട് തന്നെ 100 ദിവസം തയ്ക്കുന്ന എല്ലാ തൊഴിലാളികളെയും കഴിഞ്ഞ വർഷം 2-3 വർഷമായിട്ട് നമ്മൾ ടൂർ കൊണ്ടുപോയിരുന്നു. ഈ വർഷം വ്യത്യസ്തമായിട്ട് ആദ്യം 100 തികയ്ക്കുന്ന എല്ലാ വാർഡിലെ എല്ലാ തൊഴിലാളികളെയും നമ്മൾ ടൂർ കൊണ്ടുപോകുന്നു പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 3-ാം വാർഡിലെ എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളും 100 തൊഴിൽ ദിനം തികച്ചു. ഒപ്പം തന്നെ മറ്റുള്ള വാർഡുകളിലെ തൊഴിലുറപ്പ് മേറ്റന്മാരെയും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. മൊത്തം 44 പേരെയാണ് നമ്മൾ ഈ വർഷം ഫ്ലൈറ്റ് യാത്രയ്ക്ക് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ സംഘം ഇന്ന് 24 പേര് ഇന്ന് സേലത്തേക്ക് പുറപ്പെടും. വൈകുന്നേരം അവർ തിരിച്ച് ട്രെയിൻ യാത്ര സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കയ്പമംഗലത്ത് പോക്സോ കേസിൽ പ്രതിയായ CPM നേതാവിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് BJP നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇരയായ കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി പോലീസ് നടപടി നീട്ടിക്കൊണ്ടുപോയാൽ പോലീസിനെതിരെ നിയമ നടപടികൾക്ക് പരാതി നൽകുമെന്നും സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. BJP ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ, കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സഞ്ജയ്, ജിസിനി അനിൽ, KG ദിലീപ്, മനോജ് കളാന്ത്ര, PS അനിൽകുമാർ, KB അജയഘോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കയ്പമംഗലം CPM ലോക്കൽ സെക്രട്ടറി ശക്തിധരൻ, അദ്ദേഹം 3 വർഷക്കാലമായിട്ട് ഒരു പിഞ്ചു പെൺകുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കഥ നാട്ടിലാകപ്പാട്ടാണ്. അതുമാത്രമല്ല, ഇപ്പോൾ 15 വയസ്സായ പെൺകുട്ടി ഇപ്പോഴാണ് കാര്യങ്ങൾ മുഴുവൻ തുറന്നു വിട്ടാറ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ DYSP ഉൾപ്പെടെ, കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ആ പെൺകുട്ടിയുടെ അമ്മ പരാതി അയച്ചിട്ടുണ്ട്. ആ പരാതിയുടെ പുറത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകാത്തതിനാൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിൽ ആദ്യത്തെ സമരം നടന്നു ധർമ്മം. പോലീസ് അപ്പോഴും അനങ്ങിയിട്ടില്ല.
മറ്റ് പല രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതുമായി ബന്ധപ്പെട്ട് ഓപ്പോസിഷൻ പാർട്ടിക്കാർ അത്തരത്തിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി ഈ പത്രസമ്മേളനവും ഇനി തുടർന്ന് ഇപ്പോൾ FIR ഇട്ടണമെന്നാണ് പറയണത്. പോലീസ് കൈപ്പാമല സ്റ്റേഷനിൽ FIR ഇട്ടണമെന്ന് പറയുന്നത്. പക്ഷേ FIR ഇട്ടെങ്കിൽ കൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇതുവരെ മുൻകൈ എടുത്തിട്ടില്ല. അതിന് കാരണം CPM-ൻ്റെ ലോക്കൽ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ CPM-ൻ്റെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം നമ്മളറിയാൻ കഴിഞ്ഞതാണ്. CPM-ൻ്റെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം, അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം. ഈ സമ്മർദ്ദം മൂലമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വൈകുന്നത് എന്നാണ് നമ്മൾ പോലീസിൽ നിന്ന് തന്നെ അറിഞ്ഞ ഒരു വിവരം. ഭവന നിർമ്മാണത്തിന് കൂടുതൽ പരിഗണന നൽകിക്കൊണ്ട് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 28,16,7,344 രൂപ വരവും 27,08,53,200 രൂപ ചെലവും 10,75,4,144 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ അവതരിപ്പിച്ചു. സുസജ്ജമായ ആരോഗ്യ മേഖല, മാറ്റങ്ങളെ സ്വീകരിക്കുന്ന കാർഷിക മേഖല, നൂതന സൗകര്യങ്ങൾ പ്രാവർത്തികമാക്കുന്ന മൃഗസംരക്ഷണ മേഖല, 2 കോടിയിലധികം നീക്കിയിരിപ്പുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ, 1/2 കോടിയിലേറെ രൂപ നീക്കിവെച്ചിരിക്കുന്ന വനിതാ പദ്ധതികൾ, കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി പ്രത്യേക പദ്ധതികൾ എന്നിവയെല്ലാം ഈ ബഡ്ജറ്റിന്റെ ഭാഗമാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷം PMAY പദ്ധതിയിൽ ജനറൽ വിഭാഗത്തിലുള്ള 120 ഗുണഭോക്താക്കൾ കരാർ വെച്ചത് 27 പേർക്കായി 30,24,000 രൂപ. ആരോഗ്യ മേഖല, കാർഷിക മേഖല, മൃഗസംരക്ഷണ മേഖല, വനിതാ പദ്ധതികൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി പ്രത്യേകം പദ്ധതികൾക്കും ബഡ്ജറ്റിൽ തുക വകയിരുത്തി. പട്ടികജാതി പട്ടികവർഗ വികസനത്തിന് 1,36,12,800 രൂപയും 56 ലക്ഷം രൂപ ആരോഗ്യ മേഖലയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കായും മാറ്റിവെച്ചു. കാർഷിക മേഖലയ്ക്ക് 13 ലക്ഷവും മൃഗസംരക്ഷണത്തിന്റെ ഭാഗമായി വെറ്ററിനറി ആംബുലൻസ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഭിന്നശേഷിക്കാർക്കായി 63,50,000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. വനിതാ പദ്ധതികൾക്കായി 1/2 കോടി രൂപയും ശുചിത്വത്തിനും മാലിന്യ സംസ്കരണത്തിനുമായി 40,38,500 രൂപയും ജലസംരക്ഷണത്തിന് 40,38,500 രൂപയുമാണ് നീക്കിവച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസം, കലാകായികം, സാംസ്കാരിക മേഖലകൾക്കായി 42,10,000 രൂപയും വ്യവസായ വികസനത്തിന് 37,50,000 രൂപയും വയോജനക്ഷേമത്തിന് 26 ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ അവതരിപ്പിച്ചത്. പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PK ജേക്കബ്, CV ആന്റണി, ബീന രവീന്ദ്രൻ, സെക്രട്ടറി പ്രദീപ് PG തുടങ്ങിയവർ സംസാരിച്ചു. റേഷൻ അരി കയറ്റിപ്പോകുന്ന വാഹനങ്ങളുടെ വാടക വർധനവ് ആവശ്യപ്പെട്ട് ചാലക്കുടിയിൽ ഗുഡ്സ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ, CITU, BMS യൂണിയൻ എന്നിവയുടെ നേതൃത്വത്തിൽ ലോറി ജീവനക്കാർ കരാറുകാരന്റെ ലോറികൾ തടഞ്ഞിട്ടു. ചാലക്കുടി FCI ഗോഡൌണിന് സമീപം വ്യാഴാഴ്ചയായിരുന്നു സംഭവം. തൃശൂരിലേക്ക് അരി കൊണ്ടുപോകാൻ വന്ന ലോറികളാണ് തടഞ്ഞിട്ടത്. ചാലക്കുടിയിലെ ഗോഡൌണിൽ നിന്ന് അരി കയറ്റിപ്പോകുന്ന വാഹനങ്ങളുടെ വാടക വർദ്ധിപ്പിച്ചിട്ട് വർഷങ്ങളായി. വാടക വർധന വേണമെന്ന തൊഴിലാളികളുടെ വർഷങ്ങളായുള്ള ആവശ്യം കരാറുകാരൻ ഇതുവരെയും പരിഗണിച്ചിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ വാഹനങ്ങൾ തടഞ്ഞിട്ടത്. വിവരമറിഞ്ഞ് താലൂക്ക് സപ്ലൈ ഓഫീസർ, സപ്ലൈകോ ഉദ്യോഗസ്ഥരും ചാലക്കുടി SHO എന്നിവർ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. ഈ മാസത്തെ ലോഡ് കയറ്റിവിടാനും വാടക വർധനവ് സംബന്ധിച്ച കാര്യത്തിൽ ഉടൻ തീർപ്പുണ്ടാക്കാനും ചർച്ചയിൽ തീരുമാനിച്ചു. വാടക വർധനവ് സംബന്ധിച്ച് ഉടൻ ചർച്ച നടത്തി തീരുമാനിക്കാമെന്ന ഉറപ്പിലാണ് സമരക്കാർ പിന്മാറിയത്. KO തോമസ്, VP ഷാജഹാൻ, ജിനോ ബിനോ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വളർത്തുനായയെ പിടികൂടിയ പുലിക്ക് കെണിയൊരുക്കാനായി പുലിക്കൂട് കൊണ്ടുവന്നു. ചിറങ്ങര മംഗലശ്ശേരിയിലാണ് കൂടെത്തിച്ചിരിക്കുന്നത്. കുഴൂർ ഗ്രാമപഞ്ചായത്ത് സാമ്പത്തിക വർഷത്തിൽ 100 തൊഴിൽ ദിനങ്ങൾ ആദ്യം പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വിമാനയാത്ര സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിമാനയാത്രയ്ക്ക് തുമ്പരശ്ശേരിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് അവസരം ലഭിച്ചത്. കയ്പമംഗലത്ത് പോക്സോ കേസിൽ പ്രതിയായ CPM നേതാവിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് BJP നേതാക്കൾ. ഇരയായ കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തണമെന്നും ആവശ്യം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.